നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. അപ്പം നമുക്ക് ഇനി ഒരു കലാകാരി വന്ന് ഇരിപ്പുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ, നിങ്ങൾ ഇവിടെ ആങ്കറാണ്. കലാകാരി ഒരു കൈയടി എടുക്കോ. സോറി എന്റെ പൊന്നെ, നീ കൈ തെറ്റിയതാ, ചുമ്മാ പറയാമല്ലേ. പേര് പറയും മോളെ. അഭിലക്ഷ്മി. എവിടെയാണ്? കൊല്ലത്ത് തന്നെയാണ് അല്ലേ? ആ, ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? അല്ല, കഴിഞ്ഞ വർഷം പങ്കെടുത്തു അല്ലേ? അപ്പം നമ്മളിപ്പം ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കല്ലേ, അതിന് മുമ്പ് ഇവരെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചിട്ട് വിട്ടേ. ഇവർക്ക് വണ്ടി പോകുന്നു പറയുന്നു. അപ്പൊ ഇവരുടെ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. ആരാണ് പാട്ട് പാടുന്നത്? ആര്യ കയറിയുന്ന ആര്യ കുറെ നേരമായി ഇവിടെ കയറിയുന്ന ആര്യ അങ്ങ് പാടിക്കാൻ കൂടെ. അതെ, അലൊക്കെ പറഞ്ഞു, സൗണ്ട് ഒക്കെ ഒന്ന്. ഓക്കെ, ആര്യ ഒന്ന് പാട്ട് പാടിക്കേ. സൂപ്പറായിട്ടുണ്ട് അല്ലേ? സൂപ്പറായില്ലേ? നിങ്ങളുടെ ഒപ്പം നിന്നല്ലേ പാടിയോ? പാട്ട് പാടുവോ? പാട്ട് പാടുവോ? ഡാൻസ് ആണ്. ഏതാണ്? ഓക്കെ അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങട്ടെ. ആങ്കറായിട്ട് നിൽക്കാന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് പോണോ ശരിയല്ല കേട്ടോ. അവള് വരുന്നില്ല, നിങ്ങളെ പോയാ മതി കേട്ടോ. അപ്പൊ നമുക്ക് അവളെ കൊണ്ടോട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത മ്യൂസിക് റെഡി അല്ലേ? ഓക്കെ, ഇത് കഴിയുമ്പോൾ നമുക്ക് ചോദിക്കുമല്ലോ. റെഡി അല്ലേ? ദൈത്യൻ പിന്നിലണഞ്ഞതോർത്തു ഭയമാർന്നങ്കാരനേത്രങ്ങൾ സ്വയം നാനാരൂപമെടുത്തു പാഞ്ഞു ഭുവനം മൂന്നും കടന്നഞ്ജസ പാമ്പിൻ തൽപ്പമതിൽ കിടന്നു ഭുവനം പാലിച്ചു പോരുന്നൊരാ ദേവൻ ശ്രീഹരി വിഷ്ണു തന്റെ നികടേ വന്നു വിരൂപാക്ഷനും ശ്രീരാമുദിശയനാ ശരണം ശ്രീരാമുദിശയനാ നീയേ മമ ശരണം ഹരനാഴിക വൈകരുതേ രക്ഷീപതിരന്നെ ഹരനാഴിക വൈകരുതേ രക്ഷീപതിരന്നെ
ഓക്കെ, സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അത് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് മോളോട്. നന്നായിട്ടുണ്ട് മോള്. നാളെ എവിടെ പോവാ? ഡൽഹിക്ക് പോവാന്നൊക്കെ പറഞ്ഞു. മൈക്ക് പറയണം. നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആണ് സമഗ്ര ശിക്ഷ കേരളയുടെ. നല്ലൊരു കൈയടി. നാളെ ഡൽഹിയിൽ പോവാൻ നാഷണൽ ലെവലിലേക്ക് പോവാനുള്ള ഒരു കലാകാരിയാണ് കേട്ടോ. അല്ല പോരാ, കൈയടി ഇത് പോരാ. അവിടെയും വിൻ ചെയ്ത് വരണം. ഫുൾ സപ്പോർട്ടില്ല വീട്ടിൽ നിന്ന്. അച്ഛൻ കൂടെ നിപ്പുണ്ട് അല്ലേ? അച്ഛൻ പാട്ടൊക്കെ പാടുമോ? പേടിച്ച് പറയണം. അച്ഛൻ വിളിച്ച് തന്നെ പാട്ട് പാടുമെന്ന് ഓർത്ത് പേടിച്ച് പറയണം. അച്ഛൻ പിന്നെ എന്താ ചെയ്യുന്നത്? അച്ഛൻ ബിസിനസ് ആണല്ലോ, കലയായിട്ട്. എന്താ അച്ഛാ കലയായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയണ? അച്ഛന് കലയായിട്ട് ബന്ധമുണ്ടല്ലോ അച്ഛൻ കൂടെ വന്നത്. അച്ഛൻ ഫുൾ സപ്പോർട്ടാണ്. അമ്മയോ? അമ്മ സപ്പോർട്ടാ. അത് നേരെ നോക്കാം. അമ്മ സപ്പോർട്ടാണെന്ന് ഒരു സംശയം പോലെ ഉണ്ടല്ലോ. അമ്മയുണ്ടോ? അമ്മ എവിടെ? അമ്മയൊന്ന് കൈ പൊക്കിക്കേ. അമ്മ പാട്ട് പാടുവോ? നാടകം കളിക്കും? സ്കിറ്റ്, മോണാക്ട് ഒന്നുമില്ല. അപ്പൊ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നാളെ ആ നാഷണൽ ലെവലിലും പോയിട്ട് വിൻ ചെയ്ത് വരണം. ഈ കൂടിയിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകും മോൾക്ക് കേട്ടോ. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പൊ നല്ലൊരു കലാകാരിയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ എത്തിയത്. ആ കലാകാരിക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ നമ്മൾ യാത്രയാക്കണം. നാളെ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. നാഷണൽ ലെവലിൽ ഒരു വിൻ ചെയ്ത് തന്നെ ആ കലാകാരി വരട്ടെ. ഇനി അടുത്ത ആളുകൾ വരുന്നുണ്ട്.